സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ അനവധിയായിരുന്നു. വിഭജനത്തിന്റെ മുറിവുകൾ ഉണങ്ങാത്ത രാജ്യത്ത് പട്ടിണിയും ദാരിദ്ര്യവും പിടിമുറുക്കി. ഇക്കാലത്താണ് ക്രിസ്തീയ സഭകളും പള്ളികളും നൽകുന്ന സുരക്ഷിത താവളങ്ങൾ വിട്ട് മദർ തെരേസ കൽക്കട്ടയിലെ ഇരുണ്ട ചേരികളിലേക്ക് ഇറങ്ങി വന്നത്. തെരുവുകളിൽ പട്ടിണി കിടന്നു മരിക്കുന്നവർ നിരവധിയാണ്. മദറിനെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയത് അഴുക്കുചാലുകളിൽ ഉപേക്ഷിക്കപ്പെട്ട് ശരീരത്തിൽ പുഴുക്കളും എലികളും മരിക്കുന്ന അവസ്ഥയിൽ അന്ത്യശ്വാസം വലിക്കുന്ന മനുഷ്യരുടെ കാഴ്ചയായിരുന്നു. ചികിത്സിക്കാൻ പോലും കഴിയാത്ത വിധം രോഗം മൂർച്ഛിച്ചവരെ ആശുപത്രികൾ പുറന്തള്ളി. അവർക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സ്നേഹിക്കപ്പെട്ടവരായി മരിക്കാനെങ്കിലും അന്തസ്സുള്ള ഒരിടം വേണമെന്ന മദറിന്റെ ആഗ്രഹമായിരുന്നു കാളിഘട്ടിലെ ക്ഷേത്രത്തിന് സമീപമുള്ള പഴയ ധർമ്മശാലയെ നിർമ്മൽ ഹൃദയ് ആക്കി മാറ്റിയത്. പ്രദേശവാസികളായ ഹിന്ദുമത വിശ്വാസികളുടെ ഭാഗത്തു നിന്നും വെല്ലുവിളികൾ ഉയർന്നെങ്കിലും മദർ തെരേസ സ്നേഹം കൊണ്ട് അവരെ തന്റെ പക്ഷത്താക്കി. ജാതിയോ മതമോ അവിടെ ഒരു തടസ്സമായിരുന്നില്ല. ആ കെട്ടിടത്തിനുള്ളിൽ ഓരോരുത്തർക്കും അവരവരുടേതായ വിശ്വാസങ്ങളോടെ വിടവാങ്ങാൻ മദർ അവസരമൊരുക്കി. ഹിന്ദുക്കൾക്ക് ചുണ്ടിൽ ഗംഗാജലം നൽകിയും മുസ്ലിങ്ങൾക്ക് ഖുർആൻ വചനങ്ങൾ ചൊല്ലിക്കൊടുത്തും ക്രിസ്ത്യാനികൾക്ക് അന്ത്യകൂദാശ നൽകിയുമാണവർ അന്ത്യയാത്ര നൽകിയത്. മരണമെന്നത് ഭയമല്ലെന്നും സ്നേഹം നിറഞ്ഞ കരങ്ങളിലേക്കുള്ള ശാന്തമായ ഒരു മടക്കയാത്രയാണെന്നും നിർമ്മൽ ഹൃദയ് ലോകത്തെ പഠിപ്പിച്ചു. കാളിഘട്ടിലെ പഴയ ധർമ്മശാലയിൽ സ്നേഹം പൂവിട്ടപ്പോൾ കൽക്കട്ട നഗരം മദർ തെരേസയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. നിർമ്മൽ ഹൃദയിലേക്ക് അന്നം നൽകാനും സഹായിക്കാനും സാധാരണക്കാർ മുതൽ പ്രമുഖർ വരെ എത്തിത്തുടങ്ങി. മദറിന്റെ മനസ്സിനെ മറ്റൊരു കാഴ്ച അപ്പോഴും വേട്ടയാടിക്കൊണ്ടിരുന്നു. കൽക്കട്ടയിലെ റെയിൽവേ സ്റ്റേഷനുകളിലും ചന്തകളിലും വിരലുകൾ ദ്രവിച്ചുപോയ മുഖം വിരൂപമായ മനുഷ്യർ. അവർ കുഷ്ഠരോഗികളായിരുന്നു. അക്കാലത്ത് കുഷ്ഠരോഗമെന്നാൽ കേവലമൊരു രോഗമായിരുന്നില്ല. അതൊരു ശാപമായിട്ടാണ് സമൂഹം കണ്ടിരുന്നത്. രോഗബാധിതരെ പലപ്പോഴും വീട്ടുകാർ തന്നെ പുറത്താക്കി. പ്രിയപ്പെട്ടവർ പോലും അവരെ ഭയന്നു. അവർ നടന്നുവരുന്ന വഴിയിൽ പോലും ആരും നിൽക്കില്ലായിരുന്നു. പലപ്പോഴും രോഗം ബാധിച്ചവരെ കുടുംബങ്ങൾ പുറന്തള്ളുകയും നാട്ടുകാർ കല്ലെറിഞ്ഞോടിക്കുകയും ചെയ്തു. റെയിൽവേ സ്റ്റേഷനുകളിലും ചവറ്റുകൂനകൾക്കരികിലും അഴുകിയ മുറിവുകളുമായി അവർ അന്ത്യശ്വാസം വലിച്ചു. രോഗം പകരുമെന്ന ഭീതി മൂലം പലപ്പോഴും ഡോക്ടർമാരും നഴ്സുമാരും പോലും അവരെ തൊടാൻ മടിച്ചു. ആ പാവങ്ങൾ തെരുവുകളിൽ അഴുകി മരിക്കാൻ വിധിക്കപ്പെട്ടവരായി മാറി. ഈ സാഹചര്യത്തിലാണ് മദർ തെരേസ മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ സഹോദരിമാരുമായി അവരിലേക്ക് ഇറങ്ങിച്ചെന്നത്. പക്ഷേ ആ സംഘത്തിലെ പെൺകുട്ടികളിൽ പലരും മദറിനെ പോലെ ആത്മീയ കരുത്തുള്ളവരായിരുന്നില്ല. ചീഞ്ഞഴുകിയ ദുർഗന്ധം വമിക്കുന്ന മുറിവുകളും വിരലുകൾ നഷ്ടപ്പെട്ട കുഷ്ഠരോഗികളെയും കണ്ടപ്പോൾ പലരും ഭയന്ന് പിന്നോട്ട് മാറി. രോഗം പകരുമോ എന്ന മനുഷ്യസഹജമായ ഭയം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ഉപദേശങ്ങൾ കൊണ്ട് ആ ഭയത്തെ മാറ്റാൻ കഴിയില്ലെന്ന് മദറിനറിയാം. മദർ രോഗികളുടെ അരികിൽ മുട്ടുകുത്തിയിരുന്നു. കയ്യിലുണ്ടായിരുന്ന തുണിയും വെള്ളവും ഉപയോഗിച്ച് ആ വ്രണങ്ങൾ കഴുകാൻ തുടങ്ങി. നഗ്നമായ കൈകൾ കൊണ്ട് രോഗിയുടെ ചീഞ്ഞഴുകിയ മാംസത്തിൽ തൊടുമ്പോൾ മദറിന്റെ മുഖത്ത് അറപ്പോ ഭയമോ ഉണ്ടായിരുന്നില്ല. പകരം സ്വന്തം കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്ന അമ്മയുടെ ശാന്തതയായിരുന്നു. ആ സ്പർശനമേറ്റപ്പോൾ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ആ മനുഷ്യരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി.
ദുരിതം പേറുന്ന മനുഷ്യരുടെ ഉള്ളിലെ മുറിവുകളെ സുഖപ്പെടുത്തിയത് മദറിന്റെ ആ സ്നേഹസ്പർശമായിരുന്നു. ആ കാഴ്ചകൾ കണ്ടതോടെ സഹോദരിമാരുടെ ഉള്ളിലെ ഭയം മഞ്ഞുപോലെ ഉരുകി. അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ പരിശീലനം അതായിരുന്നു. നമ്മൾ സേവിക്കുന്നത് ഈ രോഗികളെയല്ല. ഓരോ രോഗിയിലും നമ്മൾ ക്രൂശിതനായ ക്രിസ്തുവിനെയാണ് കാണുന്നത് എന്ന മദറിന്റെ വാക്കുകൾ അവർക്ക് കരുത്തായി. പിന്നീട് രോഗികളെ ശുശ്രൂഷിക്കുന്ന പ്രവൃത്തി അവർക്ക് പ്രാർത്ഥന പോലെ വിശുദ്ധമായ ഒന്നായി മാറി. മദറിന്റെ ഈ അസാധാരണമായ ധീരത കണ്ടുനിന്ന സഹോദരിമാർക്ക് അതൊരു പുതിയ വെളിപാടായിരുന്നു. ചീഞ്ഞഴുകിയ വ്രണങ്ങളിൽ നിന്ന് പഴുപ്പും രക്തവും മടിയേതും കൂടാതെ തുടച്ചു നീക്കിയ മദർ ഭയത്തെക്കാൾ വലിയൊരു ശക്തി സ്നേഹത്തിനുണ്ടെന്ന് അവരെ പഠിപ്പിച്ചു. ഒരു കാലത്ത് ആശുപത്രികൾ പോലും ആട്ടിയോടിക്കുകയും സമൂഹം ശപിക്കപ്പെട്ടവരെന്ന് വിളിക്കുകയും ചെയ്ത ആ മനുഷ്യർ മദറിന്റെ സ്പർശനത്തിലൂടെ തങ്ങൾക്കും അന്തസ്സുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. മദർ തെരേസ പരിചരിച്ചത് അവരുടെ ശരീരത്തിലെ വ്രണങ്ങളെ മാത്രമല്ല, മറിച്ച് വർഷങ്ങളായി അവരനുഭവിക്കുന്ന ഏകാന്തതയുടെയും അവഗണനയുടെയും മുറിവുകളെ കൂടിയായിരുന്നു. മരുന്നിനേക്കാൾ വേഗത്തിൽ മദറിന്റെ സ്നേഹം ആ മനുഷ്യരിലേക്ക് പടർന്നു. പക്ഷേ ഈ സേവനം കേവലം കുറച്ചുപേരിൽ ഒതുങ്ങി നിൽക്കാൻ മദർ ആഗ്രഹിച്ചില്ല. രോഗികൾക്ക് വേണ്ടി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മൊബൈൽ യൂണിറ്റുകൾ ആരംഭിക്കാനുള്ള പദ്ധതികൾ മദർ ആവിഷ്കരിച്ചു. ലോകം തൊടാൻ ഭയന്ന ആ മുറിവുകളെ ചുംബിക്കാനും ആരും തിരിഞ്ഞു നോക്കാത്തവരുടെ കണ്ണീരൊപ്പാനും ഇറങ്ങിത്തിരിച്ച ചെറിയ സംഘം വൈകാതെ ഒരു വലിയ കാരുണ്യപ്രവാഹമായി മാറുകയായിരുന്നു. സ്വന്തം ജീവിതം ഈ പാവങ്ങൾക്കായി ഒഴിഞ്ഞുവെക്കാൻ തീരുമാനിച്ച ആ പെൺകുട്ടികൾക്ക് മദർ ഒരു നേതാവെന്നതിലുപരി സഹനത്തിന്റെ പുതിയ പാഠങ്ങൾ പകർന്നു നൽകിയ വഴികാട്ടിയായി. ആത്മീയമായ കരുത്തും പ്രായോഗികമായ പരിചരണവും കൈകോർത്തപ്പോൾ കൽക്കട്ടയിലെ ഓരോ ചേരിയും മദറിന്റെ സ്നേഹത്തണലിലായി. കുഷ്ഠരോഗികൾക്ക് ചികിത്സ നൽകാൻ ഒരു സ്ഥിരം കേന്ദ്രം തുടങ്ങാൻ മദർ ശ്രമിച്ചെങ്കിലും രോഗം പടരുമെന്ന ഭീതിയിൽ പ്രദേശവാസികൾ അതിനെ ശക്തമായി എതിർത്തു. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ 1957 മദർ ഒരു വിപ്ലവകരമായ മാർഗം സ്വീകരിച്ചു. മൊബൈൽ ലെപ്രസി ക്ലിനിക്കുകൾ. രോഗികൾക്ക് എന്റെ അടുത്തേക്ക് വരാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ അവരുടെ അടുത്തേക്ക് പോകും എന്ന തീരുമാനത്തിൽ നിന്നാണ് മൊബൈൽ യൂണിറ്റ് എന്ന ചിന്ത ജനിക്കുന്നത്. അതിനായി മദർ വലിയ ധനവാന്മാരെയല്ല സമീപിച്ചത്, മറിച്ച് സാധാരണക്കാരെയാണ്. ഒരു ചായയുടെ പൈസ തന്ന് സഹായിക്കാമോ എന്ന ചോദ്യവുമായി അവർ തെരുവുകളിൽ ഭിക്ഷാടനം നടത്തി. സ്കൂൾ കുട്ടികൾ പോലും പോക്കറ്റ് മണി മദറിന് നൽകി. അങ്ങനെ കിട്ടിയ പണം കൊണ്ട് ഒരു പഴയ വാൻ മദർ സ്വന്തമാക്കി. അതിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി മരുന്നുകളും ബാൻഡേജുകളും നിറച്ച് ഒരു കൊച്ചു ക്ലിനിക്കാക്കി. 1957 ആ വണ്ടി കൽക്കട്ടയുടെ തെരുവുകളിൽ ഓടിത്തുടങ്ങി. ആഴ്ചയുടെ ഓരോ ദിവസവും ഓരോ പ്രത്യേക ചേരികളിലോ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തോ വാനെത്തും. വാൻ വരുന്നതറിയിക്കാൻ ഒരു ചെറിയ മണി മുഴക്കും. ആ ശബ്ദം കേൾക്കുമ്പോൾ കുഷ്ഠരോഗികൾ പതുക്കെ പുറത്തുവരും. മദറും സഹോദരിമാരും വാനിൽ നിന്നിറങ്ങി തെരുവിൽ തന്നെ ഇരുന്ന് അവരുടെ മുറിവുകൾ കഴുകിക്കെട്ടും. അവിടെ വെച്ചു തന്നെ അവർക്ക് ലഘുഭക്ഷണവും വസ്ത്രങ്ങളും വിതരണം ചെയ്യും. ഒരിക്കൽ വാനുമായി ഒരു ചേരിയിലെത്തിയപ്പോൾ ഒരു കൂട്ടം ആളുകൾ വഴി തടഞ്ഞു. രോഗികളെ ഇങ്ങോട്ട് കൊണ്ടുവരരുത്, ഇവിടെ രോഗം പടരും എന്നവർ ആക്രോശിച്ചു. മദർ വണ്ടിയിൽ നിന്നുമിറങ്ങി ശാന്തമായി അവരോട് പറഞ്ഞു, ഞാൻ ഈ രോഗികളെ ഇങ്ങോട്ട് കൊണ്ടുവരികയല്ല,
നിങ്ങളുടെ ഇടയിൽ ഇതിനകമുള്ള രോഗികളെ ചികിത്സിക്കുകയാണ്. ഞാൻ ചെയ്തില്ലെങ്കിൽ ഈ രോഗം നിങ്ങളുടെ കുട്ടികളിലേക്കും പടരും. മദറിന്റെ വാക്കുകൾക്ക് മുൻപിൽ പ്രതിഷേധക്കാർ നിശബ്ദരായി. പിന്നീട് അവർ തന്റെ രോഗികളെ വാനിനടുത്തേക്ക് എത്തിക്കാൻ സഹായിച്ചു. മൊബൈൽ യൂണിറ്റിന്റെ വിജയം ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ ശ്രദ്ധിച്ചു. അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ആളുകൾ ഈ വാനിലേക്ക് മരുന്നുകളും പണവും അയച്ചു തുടങ്ങി. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. മൊബൈൽ യൂണിറ്റുകൾ കൽക്കട്ടയുടെ തെരുവുകളിൽ വലിയ മാറ്റമുണ്ടാക്കിയെങ്കിലും മദറിന്റെ ഉള്ളിൽ മറ്റൊരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. രോഗബാധിതർക്ക് സമൂഹത്തിൽ അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുക. വിരലുകൾ നഷ്ടപ്പെട്ടതുകൊണ്ട് ജോലി ചെയ്യാൻ കഴിയാത്തവർ, കുടുംബങ്ങൾ കൈവിട്ടവർ, അവർക്കായൊരിടം മദർ സ്വപ്നം കണ്ടു. കുഷ്ഠരോഗികൾക്കായി ഒരു സ്ഥിരം കോളനി തുടങ്ങാൻ മദർ തെരേസ ശ്രമിച്ചപ്പോൾ പലയിടത്തു നിന്നും എതിർപ്പുകൾ ഉയർന്നു. രോഗം പടരുമെന്ന ഭീതി തന്നെയായിരുന്നു പ്രധാന കാരണം. പലപ്പോഴും ആളുകൾ മദറിന്റെ വഴി തടഞ്ഞു. മദറിനെ തെരുവിലിട്ട് അധിക്ഷേപിക്കാനും ചിലർ മുതിർന്നു. പക്ഷേ പള്ളിയുടെയോ സഭയുടെയോ സ്വാധീനം ഉപയോഗിച്ച് അവരെ നേരിടാൻ മദർ തയ്യാറായില്ല. മനുഷ്യരുടെ ഉള്ളിലെ അറിവില്ലായ്മയും ഭയവുമായിരുന്നു മദർ തെരേസയുടെ ആദ്യകാല പ്രവർത്തനങ്ങളെ പിന്നോട്ടടിച്ചത്. അശരണരായ കുഷ്ഠരോഗികൾക്കായുള്ള ആശുപത്രിക്ക് വേണ്ടിയുള്ള മദറിന്റെ തെരച്ചിൽ ചെന്നവസാനിച്ചത് അസൻസോളിലായിരുന്നു. കൽക്കട്ടയിൽ നിന്നും ഏതാണ്ട് 200 കിലോമീറ്റർ അകലെയുള്ള അസൻസോളിൽ മറ്റാർക്കും വേണ്ടാത്ത കൃഷിയോഗ്യമല്ലാത്ത 34 ഏക്കർ തരിശുഭൂമി പശ്ചിമബംഗാൾ സർക്കാർ മദറിന് വിട്ടുകൊടുത്തു. ആ തരിശുഭൂമിക്ക് മദർ ഒരു പേരിട്ടു: സിറ്റി ഓഫ് പീസ്, ശാന്തിനഗർ. അതിന്റെ ഓരോ കല്ലും പാകിയത് അവിടുത്തെ അന്തേവാസികൾ തന്നെയായിരുന്നു. ആശുപത്രി എന്നതിനു പകരം അവിടെ വീടുകൾ, തൊഴിൽശാലകൾ, കൃഷിയിടങ്ങൾ എന്നിവ മദറും സംഘവും നിർമ്മിച്ചു. രോഗം മൂർച്ഛിച്ചവർക്ക് പ്രത്യേക ചികിത്സാ സൗകര്യങ്ങളും ഭേദമായവർക്ക് ജോലി ചെയ്യാനുള്ള സംവിധാനങ്ങളും ഒരുക്കി. ആ വലിയ പദ്ധതിക്ക് ഭീമമായ തുക ആവശ്യമായിരുന്നു. അത് കണ്ടെത്താൻ മദർ സ്വീകരിച്ച വഴികൾ പലപ്പോഴും അത്ഭുതകരമായി. ഇക്കാലത്താണ് ബോംബെയിൽ അന്താരാഷ്ട്ര യൂക്കറിസ്റ്റിക് കോൺഗ്രസിൽ പങ്കെടുക്കാൻ പോപ്പ് പോളാറാമൻ ഇന്ത്യയിലെത്തിയത്. മദർ നടത്തുന്ന പ്രവർത്തനങ്ങൾ അപ്പോഴേക്കും ആഗോളതലത്തിൽ പ്രശസ്തി ആർജിച്ചു കഴിഞ്ഞിരുന്നു. യാത്രയ്ക്കായി പോപ്പിന് ലഭിച്ച ലോകപ്രശസ്തമായ വെള്ള നിറത്തിലുള്ള ലിങ്കൻ കോണ്ടിനെന്റൽ ആഡംബര കാർ മടക്കയാത്രയിൽ അദ്ദേഹം മദറിന് സമ്മാനമായി നൽകി. ഇത്രയും വലിയൊരു കാറിൽ യാത്ര ചെയ്യുന്നത് തന്റെ ദാരിദ്ര്യവ്രതത്തിന് ചേർന്നതല്ലെന്ന് മദർ തിരിച്ചറിഞ്ഞു. എന്നാൽ അത് വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ പണം ഒരു ലോട്ടറിയിലൂടെ കണ്ടെത്താമെന്ന് അവർക്ക് തോന്നി. ഒരു ടിക്കറ്റിന് 1 രൂപ വീതം വെച്ച് മദർ ഒരു ലോട്ടറി ഇട്ടു. നറുക്കെടുപ്പിലൂടെ സമ്മാനമായി കാർ നൽകും. പോപ്പിന്റെ കാർ സ്വന്തമാക്കാൻ 10,000-കണക്കിന് ആളുകൾ ടിക്കറ്റ് എടുത്തു. കാറിന്റെ അന്നത്തെ വിലയേക്കാൾ 4 ഇരട്ടി തുക, അതായത് 4.5 ലക്ഷം രൂപ ആ ലോട്ടറിയിലൂടെ സമാഹരിക്കാൻ മദറിന് കഴിഞ്ഞു. ശാന്തിനഗറിലെ ആദ്യത്തെ വലിയ കെട്ടിട സമുച്ചയങ്ങൾ പണിയാൻ ഈ തുകയാണ് വിനിയോഗിച്ചത്. വീണ്ടും പണമില്ലാതെ വന്നപ്പോൾ മദർ തന്റെ സിസ്റ്റർമാരുമായി തെരുവിലിറങ്ങി ഭിക്ഷാടനം നടത്തി. എന്റെ കുട്ടികൾക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ
ഭിക്ഷക്കാരും കൂലിപ്പണിക്കാരും പോലും തങ്ങളുടെ വിഹിതം മദറിന് നൽകി. ചെറിയ തുകകളാണെങ്കിലും അത് വലിയൊരു ജനകീയ പ്രസ്ഥാനമായി മാറി. ശാന്തിനഗറിൽ നെയ്തെടുത്ത വെള്ള കോട്ടൺ സാരികൾ മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ സഹോദരിമാർ തന്നെ ഉപയോഗിച്ചു. ഇതിലൂടെ സാരികൾ പുറത്തുനിന്ന് വാങ്ങുന്ന തുക ലാഭിക്കാനായി. അവിടെ നിർമ്മിച്ച ബെഡ്ഷീറ്റുകളും തുണികളും വിറ്റതിലൂടെ ലഭിച്ച തുക ആ ഗ്രാമത്തിലെ ഭക്ഷണത്തിനും മരുന്നിനുമായി ഉപയോഗിച്ചു. ശാന്തിനഗർ ഒരത്ഭുതമായിരുന്നു. അവിടെ പ്രാർത്ഥനകൾക്കൊപ്പം തന്നെ തറികളുടെ ശബ്ദവും മുഴങ്ങി. ആ ഗ്രാമത്തിൽ ലോകം ഐത്തം കൽപ്പിച്ച മനുഷ്യർ മനോഹരമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു. അവർ നെയ്ത വസ്ത്രങ്ങൾക്കും അവർ തുന്നിയ ചെരുപ്പുകൾക്കും സ്നേഹത്തിന്റെ മണമായിരുന്നു. മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാതെ സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കാമെന്ന വലിയ പാഠമാണ് ശാന്തിനഗറിലൂടെ മദർ ലോകത്തിന് നൽകിയത്. ശാന്തിനഗറിന്റെ വിജയം മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് പുതിയൊരു ഊർജം നൽകി. ഇന്ത്യയുടെ അതിരുകൾ കടന്ന് ആ കാരുണ്യപ്രവാഹം ഒഴുകിത്തുടങ്ങിയത് 60കളിലായിരുന്നു. 1965 ഫെബ്രുവരി 1 പോപ്പ് പോൾ ആറാമൻ മിഷണറീസ് ഓഫ് ചാരിറ്റിയെ ഒരു പോന്തിഫിക്കൽ റൈറ്റ് സഭയായി അംഗീകരിച്ചു. ഒരു പ്രാദേശിക സഭ എന്ന നിലയിൽ നിന്നും വത്തിക്കാന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ആഗോള സഭയിലേക്കുള്ള ആ ഉയർച്ച ചരിത്രപരമായ ഒരു നാഴികക്കല്ലായിരുന്നു. ഇതോടെ ലോകത്തിന്റെ ഏത് കോണിലും സേവന കേന്ദ്രങ്ങൾ തുടങ്ങാനുള്ള അനുമതി മദറിന് ലഭിച്ചു. കൽക്കട്ടയിലെ ഇരുണ്ട ചേരികളിൽ നിന്ന് തുടങ്ങിയ ആ കൊച്ചു ദീപം ആഗോളതലത്തിൽ സ്നേഹത്തിന്റെ പ്രകാശമായി പടരാനൊരുങ്ങുകയായിരുന്നു. 1965 ജൂലൈ മാസം മദർ തന്റെ ദൗത്യം ഇന്ത്യക്ക് പുറത്തേക്ക് വ്യാപിപ്പിച്ചു. ദക്ഷിണ അമേരിക്കയിലെ വെനസ്വേലയിലായിരുന്നു മദറിന്റെ ആദ്യത്തെ വിദേശ കേന്ദ്രം സ്ഥാപിതമായത്. കൽക്കട്ടയിലെ ചൂടിൽ നിന്നും വെനസ്വേലയിലെ തികച്ചും വ്യത്യസ്തമായ കാലാവസ്ഥയിലേക്കും സംസ്കാരത്തിലേക്കും ആ നീലക്കരയുള്ള സാരിയുടുത്ത സഹോദരിമാരെത്തിയപ്പോൾ ലോകം കൗതുകത്തോടെ അവരെ നോക്കി നിന്നു. ഭാഷയും പ്രദേശവും മാറിയെങ്കിലും സേവനത്തിന്റെ ഭാഷ ഒന്നാണെന്ന് മദർ തെളിയിച്ചു. അധികം വൈകാതെ തന്നെ റോമിലും ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയിലും യൂറോപ്പിലെ ഓസ്ട്രിയയിലുമെല്ലാം മദറിന്റെ കേന്ദ്രങ്ങൾ ഉയർന്നു. വികസിത രാജ്യങ്ങളിലെ ഒറ്റപ്പെട്ടവരും ദരിദ്ര രാജ്യങ്ങളിലെ പട്ടിണിപ്പാവങ്ങളും ഒരേപോലെ മദറിന്റെ കരുണയ്ക്കായി കൈനീട്ടി. ഓരോ രാജ്യത്തും മദർ സ്ഥാപിച്ച കേന്ദ്രങ്ങൾ അവിടുത്തെ പ്രാദേശിക ആവശ്യങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിച്ചത്. ആഫ്രിക്കയിൽ അത് രോഗങ്ങൾക്കും പട്ടിണിക്കുമെതിരെയുള്ള പോരാട്ടമായിരുന്നെങ്കിൽ യൂറോപ്പിൽ അത് ഉപേക്ഷിക്കപ്പെട്ട വയോധികർക്കും മയക്കുമരുന്നിന് അടിമപ്പെട്ടവർക്കും തണലായി മാറി.